ആരാത്? അകത്തേക്കോ? വാലടച്ചിട്ടില്ല. എന്താ ഇപ്പോ? എന്താ കാര്യം? വെറുതെ പോന്നു. ഇന്ന് മുതൽ ഞാൻ ഇവിടെ താമസിക്കാൻ പോവാം. എന്തുണ്ടായത് പറ. ഒന്നും ഉണ്ടായില്ല, വെറുതെ പോന്നു. ഇത്ര നേരത്തെയോ? എന്റെ വരാൻ പാടില്ല. ഞാൻ പോവാം. നിക്ക് വരാൻ പാടില്ലെന്നല്ല, ഓർക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഇങ്ങനെ നേരിട്ടേണ്ട എങ്ങനെ വിശ്വസിക്ക? നോക്കട്ടെ സ്വപ്നാണോന്ന്. സംശയം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കാം. തൊട്ട് നോക്ക. വിശ്വാസം വന്നോ? അതെ മറിയാം, ചേച്ചി ഇപ്പൊ ഒരു മുറി തൂക്കാൻ. അവർക്ക് എന്തോ തോന്നുന്നു. അല്ലല്ല, അവര് വിചാരിക്കും ഈ രാത്രി മുഴുവൻ ഇവിടെയായിരുന്നു വിചാരിച്ചോട്ടെ. എന്തിനു മനുഷ്യനെ കൊണ്ട് വെറുതെ ദോഷം പറയിപ്പിക്കാനായിട്ട്. എന്ത് പേര് ദോഷം? നമ്മൾ ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ. നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. സത്യം പറ, നീ ഇറങ്ങി വന്നതൊന്നല്ലോ. ആണെങ്കിൽ ഉത്തരവാദിത്തം എന്റെ അല്ലേ? വീട്ടുകാരൊക്കെ ഇപ്പൊ അന്വേഷിക്കില്ലേ? അന്വേഷിച്ചോട്ടെ, അതിലൊരു രസമില്ലേ? അച്ഛനും അമ്മയും ചിറ്റപ്പനൊക്കെ എന്നെ അന്വേഷിച്ച് നടക്കാം, പോലീസ് സ്റ്റേഷനിലും ആശുപത്രിയിലും ഒക്കെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ ഒന്നും അറിയാത്ത പോലെ ഞാൻ തിരിച്ചു പോകും. ഇടയ്ക്ക് അങ്ങനെ ഒരു ഡോസ് കൊടുക്കണം നല്ലതല്ലേ? അവരറിയട്ടെ എനിക്ക് എന്റേതായ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന്. എനിക്ക് ഞാനൊരു ചായ ഇട്ട് തരാം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. അനുരാധിപ്പ വരും. അനുരാധേ? അവളെന്നെ ഇവിടെ വിട്ടിട്ട് പോയത്. അവൾക്ക് ഇന്ന് 2 ക്ലാസ്സേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ വരും. ചായ ഉണ്ടാക്കട്ടെ. ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാ? ഇല്ലല്ലോ, അവിടെ പോയിരിക്കും, ഞാൻ ചായ ഉണ്ടാക്കട്ടെ. ഈ കേർട്ടൻസ് ഒക്കെ എന്ത് ബോറാണ്. ഞാനിതൊക്കെ ദൂരെ കളയാൻ പോവാ. നമുക്ക് കുറച്ച് പുതിയ സെറ്റ് കേർട്ടൻസ് വാങ്ങിക്കണം. ഈ ചുവരിലെ കളേഴ്സ് മാറ്റണം. നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് നല്ലത്. അതിന് ഇതെന്റെ സ്വന്തം വീടല്ല. എന്നാലെന്താ, ഓണറോട് പറയണം. അതെ, നീ വാടക വീട്ടിൽ താമസിക്കാത്തോണ്ടാ. വാടക വീടിനെ അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല. വാടക വീടിനതാണ് കൂടുതൽ സ്നേഹിക്കാം. ശരി, എന്നാ നിന്റെ ഇഷ്ടം പോലെ നമുക്കൊരു ഫ്ലാറ്റ് വാടക എടുക്കാം. എന്തായാലും ഈ വീട്ടിൽ താമസിക്കണ്ട. ഗുഡ് ഐഡിയ. ഞായറാഴ്ചത്തെ പേപ്പർ എവിടെ? ടൂലറ്റ് പരസ്യങ്ങൾ കാണും. അതെ, അതെന്തിനാ ഇപ്പൊ നോക്കുന്നേ? പിന്നെ കിളവിയേട്ടനെ കെട്ടാനാ പ്ലാൻ? വേണ്ട, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയായിട്ട്. ആരത്? ആരുമില്ല. ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ സോപ്പ് വയ്ക്കാനാ? ഞാൻ ചോദിച്ചാലോ.
വരൂ വരൂ, ഞങ്ങള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അല്ലേ? അനുരാധ വരുമ്പോ ഇനിയും ഒരു ചായ എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കരുത് അല്ലേ കൽപ്പന? നീ 9:30 വരുന്നല്ല പറഞ്ഞ, പിന്നെന്താ വൈകി? എന്തായാലും ഇപ്പൊ എത്തിയല്ലോ, വാ പോ. നിക്കൂ, വന്നല്ലുള്ളൂ, ഇരിക്കൂ. കൽപ്പന കുറച്ചുകൂടി കഴിഞ്ഞാൽ പോകുന്നുണ്ടെന്നാ പറഞ്ഞേ. ഓഹോ, അത് ശരി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, ഇരിക്കട്ടോ. നീ വാ, എനിക്ക് പോണം. അനുരാധയ്ക്ക് തിരക്കുണ്ടെങ്കിൽ ഇല്ലല്ലോ അല്ലേ? ഇല്ല, എനിക്ക് പെട്ടെന്ന് പോണം. അത് ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് വരാം, ഇരിക്കുന്നേ. പെൻഷൻ ഓഫീസ് കൊണ്ടുപോകാനുള്ളതായില്ല. ഞാൻ വരാം നിന്റെ കൂടെ, എനിക്കൊരു ചായ തരാം. എനിക്ക് ഈ ഫ്ലാറ്റ് ഇഷ്ടമേ ഇല്ല. ആദ്യം നല്ലൊരു ഫ്ലാറ്റ് തേടി പിടിക്കണം. നാളെ തന്നെ, അതാ നാളത്തെ എന്റെ പണി. എന്താ മുഖം ഒരു വാടിയതുപോലെ, ഒരു ക്ഷീണം? അന്ന് കണ്ടതിലും ഒന്നുമില്ല. എന്തോ കാണുമ്പോ വല്ലാതെ തോന്നുന്നു. പനിയായിരുന്നോ? ആ, മിനിങ്ങാന്ന് പറയാ, ഇന്നലെ കുളിച്ചത്. പനിയോ? എന്നിട്ട് അക്കാര്യം പറഞ്ഞില്ലല്ലോ. നോക്കട്ടെ, ചൂടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, ചെറിയ ജലദോഷം വന്നാ. കുഴപ്പമില്ല, മിനിങ്ങാന്നല്ലേ. ഡോക്ടറെ കാണിച്ചു? പിന്നെ ഒന്നുമില്ല, കുഴപ്പമില്ല, ഒന്നുമില്ല. എന്തിനാ പോണം? ശരിക്കും വിഷമം. ഞാനൊരു പന്തയത്തിൽ തോറ്റതുപോലെ. എന്ത് പന്തയം? ഈ ലോകത്ത് നിന്ന് യഥാർത്ഥ സ്നേഹം നഷ്ടപ്പെട്ടു എന്നായിരുന്നു എന്റെ ധാരണ. പക്ഷേ നിങ്ങൾ ഒന്നിച്ചിരുന്നെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ട ആ വിശ്വാസം തിരിച്ചു കിട്ടിയേനെ. കൽപ്പന കാരണം ഞാനും തോറ്റു. തെറ്റിദ്ധാരണയാണ് അതിനോത്. സ്നേഹത്തിന്റെ കാര്യത്തിൽ മനുഷ്യൻ പിന്നെയും പിന്നെയും തെറ്റ് ചെയ്യുന്നു. എന്നിട്ടും സ്നേഹമുണ്ട്. എനിക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഗുഡ് ഗുഡ്. നിങ്ങൾക്കെന്നും സുഖമായിരിക്കാനാവും. അനുവിനെന്തേ ഇങ്ങനെ ചിന്തിക്കാൻ? നേരം ഇരുട്ടി തുടങ്ങിയല്ലേ, നമുക്ക് പോവാം. ഞാൻ ഇവിടെ വിട്ട് പോയാലോ എന്ന് ആലോചിക്കുക. ജോലി കളയാൻ പോവാ? ഞങ്ങളുടെ ബാംഗ്ലൂരിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, അങ്ങോട്ട് ട്രാൻസ്ഫറിന് ശ്രമിക്കുക. അതിനുശേഷം സന്യാസം വല്ലതും സ്വീകരിക്കുമോ? ഐ മീൻ സന്യാസിനി, നിന്റെ പുണ്യാശ്രമം എന്നൊക്കെ പാട്ടൊക്കെ പാടി. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. കൽപ്പന പോയത് എന്നെ എത്രത്തോളം വിഷമിപ്പിക്കുമെന്ന് എനിക്ക് തീർച്ചയില്ല. പക്ഷേ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണാതിരിക്കുന്നത് എന്നെ വിഷമിപ്പിച്ചേക്കും. കാരണം ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് നിങ്ങളോടാണ്. ഇപ്പോ എനിക്കെന്താ തോന്നുന്നതെന്നറിയോ? ഒരുപക്ഷെ കൽപ്പനയല്ല ഞാൻ യഥാർത്ഥത്തില് ഓർമ്മയുണ്ടോ അന്ന് അനുവും കൽപ്പനയും കൂടി എൻ്റെ ഫ്ലാറ്റിൽ വന്നത്? അതിന് 2-3 ദിവസം മുമ്പ് എനിക്ക് പനിയുണ്ടായിരുന്നു. അത്രയും നേരം ഉണ്ടായിട്ടും കൽപ്പനയ്ക്കത് മനസ്സിലായില്ല. പക്ഷെ എന്നെ കണ്ട ഉടനെ അനു എന്നോട് ചോദിച്ചു പനിയായിരുന്നു എന്ന്.
അന്ന് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ സഹാനുഭൂതിയാണ് സ്നേഹം. സോറി, വിഷമിപ്പിച്ചതിന്. മനസ്സിൽ തോന്നി എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ഞാൻ പോട്ടെ, നേരം വൈകി.